ഇപ്പം ഓണം വരവായി. ഓണം എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. അയൽപക്കത്തെ കൂട്ടുകാരും ഒക്കെ ഏറ്റവും പൂക്കൾ പറിക്കാൻ പോകുന്നതും ശരിക്കും ആ ഒരു സമയത്ത് വിവിധ തരം പൂക്കളാണ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത്. കാണാൻ തന്നെ എന്തോ ഒരു ഭംഗിയാണ്. പിന്നെ ആ പൂക്കൾ കൊണ്ട് അത്തപ്പൂ അവരൊക്കെ ഇടുന്നതും അതുപോലെ തന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സദ്യ എന്ന് പറയുന്നത്. അപ്പൊ സാമ്പാറും പരിപ്പും അവിയലും ഒക്കെ കൂട്ടി കഴിക്കുന്ന ആ ഒരു സദ്യ അതെന്നും ഓർമ്മയിൽ ഇങ്ങനെ നിലനിൽക്കും. അപ്പൊ സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് പായസം എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ഞാൻ മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ കൊണ്ടുള്ള ഒരു അടിപൊളി പായസമാണ് തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് 1/4 കപ്പ് കൊപ്രയും 30 ഗ്രാം വീതം കിസ്മിസും അണ്ടിപ്പരിപ്പും വേണം. പിന്നെ 1 കപ്പ് ചെറുപയർ പരിപ്പും 2 ടേബിൾ സ്പൂൺ നെയ്യും വേണം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ചുക്കുപൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയും 2 കപ്പ് ശർക്കരയ്ക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് തിളപ്പിക്കണം. ഇനി വേണ്ടത് മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. ഇപ്പം ഞാൻ ആദ്യം തന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ട് പോവാണ്. ഇപ്പം നമ്മൾ എപ്പോഴും കുറച്ച് വെള്ളത്തിൽ തന്നെ ശർക്കര ഉരുക്കിയെടുക്കണം. എങ്കിലും മാത്രമേ നമുക്ക് നല്ല കുറുകിയ ശർക്കര പാനി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ശർക്കര നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഉരുക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ശർക്കര ഇപ്പം തിളച്ച് ഒന്ന് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ച് വേണം മാറ്റി വെക്കാൻ. കാരണം ശർക്കരയിൽ അഴുക്കുണ്ടാവും. അപ്പം ഞാനിത് അരിച്ച് മാറ്റി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഉരുളി അടുപ്പത്തേക്ക് വെച്ചു. ഇനി നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തു കൊടുക്കണം. അപ്പം സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കാനുള്ളത്. തീ കൂട്ടിക്കളയരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഏകദേശം ഒന്ന് കളറ് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമുക്കിനിയിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ചെറുപയർ പരിപ്പൊന്ന് മാറ്റി വെക്കാം. അപ്പം നമ്മൾ ഈ പായസം തയ്യാറാക്കുമ്പോഴേക്ക് കുറച്ചൊന്ന് നമുക്ക് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കുറച്ചൊന്ന് മാറ്റി വെക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയിരിക്കുന്ന ഈ ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ കുറച്ചുകൂടി വറവ് ഇതിന് ആവശ്യമാണ്. അപ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ട് നിങ്ങൾ ഇതിൻ്റെ കളർ ചേഞ്ച് ആക്കി കളയരുത്. നല്ല മൂത്ത മണം വരുന്ന ഒരു ടൈമിലുണ്ടല്ലോ, ഇതുപോലെ ചുവന്ന് വരുന്ന ടൈമിൽ നമുക്ക് ഇത് ഉരുളിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ഉരുളിയിലേക്ക് ഇട്ട് കളയരുത്, കാരണം കളർ ചേഞ്ച് ആവും. പിന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ ചെറുപയറിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഈ ചെറുപയർ പരിപ്പും കൂടി ചേർത്തത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് അടുത്ത് ഞാൻ ഉരുളി വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം ഈ ഇത്രയും ചെറുപയർ പരിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നാണ് ഈ ഒരു ചെറുപയർ പരിപ്പ് വേകാനുള്ളത്. നല്ല കട്ടിയുള്ള ഉരുളി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം ഉരുളിയില്ലെങ്കിലും ചുവട് കട്ടിയുള്ള പാത്രത്തിൽ നമ്മളിത് വേവിക്കാൻ വെച്ചാൽ മതി. കുക്കറിൽ വേവിക്കുന്നതെന്ന് നല്ലത് ഇങ്ങനെ വേവിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വെന്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പായസം കുടിക്കുമ്പോൾ നമുക്ക് കുറച്ചിങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ലതല്ലേ. അപ്പോൾ ഇതുപോലെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന ആ സമയത്താണ് നമ്മളിനി ഇതിലേക്ക് ഉരുക്കി അരിച്ചെടുത്തിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ശർക്കരപ്പാനി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. അപ്പം ഇതൊക്കെ നിങ്ങളുടെ മധുരത്തിൻ്റെ പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കും. അപ്പോൾ ആ ചെറുപയർ പരിപ്പും ശർക്കരപ്പാനിയും ഒക്കെ യോജിച്ച് വരത്തക്ക രീതിയിൽ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കും. അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് ഇതുവരെ നെയ്യ് ചേർത്ത് കൊടുത്തില്ലല്ലോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് അടി ചേർത്ത് ഇളക്കിയെടുക്കണം. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ ചെറുപയർ പരിപ്പല്ലേ കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കട്ട കെട്ടാതെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ചുക്കുപൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി നമുക്കിതിലേക്ക് ഇട്ട ശേഷം എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇപ്പം നിങ്ങൾക്ക് ഏലക്കാപ്പൊടി മാത്രം മതിയെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണേ.
ഇനി നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കാൻ വേണ്ടി മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ ഞാനിവിടെ എടുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് 1-ാം പാലും 2-ാം പാലും വേണം. ഞാനിവിടെ 2 ബൗൾ എടുത്തിട്ടുണ്ട്. 1-ാം പാലിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂണും 2-ാം പാലിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂണാണ് കേട്ടോ. ഇനി നമുക്ക് ഈ 1-ാം പാല് നല്ല കുറുകിയിരിക്കണമല്ലോ. അപ്പം ഞാനിവിടെ 1 കപ്പ് ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം സാധാരണ നമ്മൾ തേങ്ങയിൽ നിന്ന് തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും എടുക്കും ഫുൾ പ്രോസസ്സ് കഴിഞ്ഞ് വരുമ്പോൾ. ഇതാകുമ്പോൾ 2 മിനിറ്റ് കൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പം ഏത് തരം കട്ടിയിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം 2-ാം പാലിന് വേണ്ടി ഞാനിവിടെ 3 കപ്പ് ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ സ്റ്റൂ, പായസം, പുഡിംഗ് എന്തിനായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കട്ടിയിൽ നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എപ്പോഴും കൺസിസ്റ്റന്റ് ആണ്. അപ്പം മറ്റത് തേങ്ങ പഴുത്തതോ പച്ചയോ ഒന്നും നമുക്കറിയത്തില്ലല്ലോ. അതാ 2-ാം പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ തേങ്ങാപ്പാൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റത് നമ്മൾ എത്ര നേരം എടുക്കും അല്ലേ തേങ്ങയിൽ നിന്ന് പാലെടുക്കാനായിട്ട്. ഇത് കണ്ടോ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ പെട്ടെന്ന് പായസം വേണം, അല്ലെങ്കിൽ സ്റ്റൂ വേണം, പുഡിംഗ് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് അത് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ അതൊന്ന് തിളച്ച് ചെറുതായിട്ട് ഒന്ന് വറ്റുന്ന സമയത്താണ് നമ്മൾ നമ്മളുടെ 1-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടോ, കുറുകിയ തേങ്ങാപ്പാലാണിത്. വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയത് കണ്ടോ. അപ്പം എന്താ, നമ്മൾക്ക് 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം തിളപ്പിക്കണ്ട. ഇതുപോലെ ഒരു തിള വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഇനിയിപ്പം വേറെ ജോലികളൊന്നുമില്ല. നമുക്കിതിലേക്ക് ആ കോപ്രയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കണം. അപ്പം ബാക്കിയിരിക്കുന്ന നെയ്യ് നമുക്ക് ഈ ഒരു കടായിലേക്ക് ഒഴിച്ച ശേഷം നമുക്ക് അതൊന്ന് ചൂടാകുമ്പോഴേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കൊപ്ര ഇട്ട് കൊടുക്കാം. അപ്പം ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ചിലപ്പോൾ ചിലർക്ക് കൊപ്ര കൂടുതൽ കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. ഇപ്പം നല്ല ഒരു ഗോൾഡൻ കളർ വരുന്ന ആ സമയത്താണ് നമ്മൾ ഇതിലേക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അത് നെയ്യിലിങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോഴേ ഇനി നമുക്ക് ഇത് നെയ്യോടുകൂടി തന്നെ നമ്മളുടെ ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ആ ഒരു മണം, പായസത്തിൻ്റെ ആ ഒരു മണം. ഈ വീട് മൊത്തം പായസത്തിൻ്റെ മണമാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളുടെ ഈ മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് ഉപയോഗിച്ചുള്ള പായസമല്ലേ, അടിപൊളി മണമാണ് കേട്ടോ. ആ തേങ്ങാപ്പാലിൻ്റെയും നെയ്യും പിന്നെ ഈ വറവിട്ടതും എല്ലാം കൂടി ചേർത്തിട്ട് പറഞ്ഞറിയിക്കാൻ വയ്യായിട്ട്. അപ്പം നിങ്ങളും ഇതുപോലെ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എളുപ്പത്തിൽ നമുക്ക് ഈ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പം ഞാനൊരു കുഞ്ഞുരുളിയിലേക്ക് ഇത് ഒഴിച്ച് ഒന്ന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ കുഞ്ഞുരുളിയിൽ ഒഴിച്ചെടുക്കുന്നത്. ഇനി മേതെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അടിപൊളിയല്ലേ, കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു. അങ്ങനെ നമ്മളുടെ മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ കൊണ്ടുള്ള ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാമേ. നല്ല ചൂട് കേട്ടോ. ശരിക്കും അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇപ്പം നിർത്താനേ തോന്നുന്നില്ല. അപ്പൊ ഈ ഓണത്തിന് നിങ്ങൾ മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങൾ തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വീടിനടുത്തുള്ള കടകളിലും സൂപ്പർ മാർക്കറ്റിലും ഓൺലൈനിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.